വാങ്ങിയ സാധനം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ കേടായിട്ടും റിട്ടേൺ ഇല്ല എന്ന് കടക്കാരൻ പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ബില്ലിൽ കൂടുതൽ പൈസ ഈടാക്കിയിട്ടും അത് ചോദിക്കാൻ മടി തോന്നിയിട്ടുണ്ടോ? ഇനി അങ്ങനെയൊന്നും പേടിക്കേണ്ട. എന്തു പറയണം, എന്തു ചോദിക്കണം, എവിടെ പരാതിപ്പെടണം എന്നൊക്കെ കൃത്യമായി അറിഞ്ഞാൽ ജീവിതം കൂടുതൽ എളുപ്പമാകും. നമ്മുടെ ഉപഭോക്തൃ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ? ജനഹിതം 24/7 എല്ലാവർക്കും സ്വാഗതം. വ്യക്തിഗത ഉപയോഗത്തിനായി സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുമ്പോൾ അത് കടയിൽ നിന്നായാലും ഓൺലൈൻ വഴിയായാലും ആ വ്യക്തി ഒരു ഉപഭോക്താവാണ്. ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള സംരക്ഷണങ്ങളും അധികാരങ്ങളുമാണ് ഉപഭോക്തൃ അവകാശങ്ങൾ. തെറ്റായ വ്യാപാര രീതികൾ, കേടായ ഉൽപ്പന്നങ്ങൾ, വ്യാജ വാഗ്ദാനങ്ങൾ, അമിതമായി പണം ഈടാക്കൽ എന്നിവയിൽ നിന്ന് ഉപഭോക്താക്കൾക്ക് സംരക്ഷണം നൽകുന്ന നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിയമപരമായ എല്ലാ കാര്യങ്ങളും ഓർമ്മിച്ചില്ലെങ്കിലും അടിസ്ഥാന ആശയങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. ആദ്യത്തേത് സുരക്ഷയ്ക്കുള്ള അവകാശം അഥവാ റൈറ്റ് ടു സേഫ്റ്റിയാണ്. ഏതൊരു ഉൽപ്പന്നവും ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിനോ ജീവനോ അപകടകരമായ സേവനങ്ങളിൽ നിന്നും സാധനങ്ങളിൽ നിന്നും സംരക്ഷണം നേടാനുള്ള അവകാശമാണിത്. ഉദാഹരണത്തിന്, ഇലക്ട്രിക്കൽ സാധനങ്ങൾ പെട്ടെന്ന് തീപിടിക്കാൻ പാടില്ല. ഭക്ഷണ പദാർത്ഥങ്ങൾ അവയുടെ കാലാവധി തീരുന്നതിന് മുൻപ് കഴിക്കാൻ സുരക്ഷിതമായിരിക്കണം. മരുന്നുകൾ ശരിയായി പരിശോധിക്കുകയും ലേബൽ ചെയ്യുകയും വേണം. നിർമ്മാതാക്കളും വിൽപ്പനക്കാരും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നിവയൊക്കെ ഈ അവകാശം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉപഭോക്താക്കൾ ഉൽപ്പന്നങ്ങൾ ശ്രദ്ധയോടെ ഉപയോഗിക്കുകയും അപകടകരമായതോ വ്യാജമായതോ ആയ സാധനങ്ങൾ ഒഴിവാക്കുകയും വേണം. അടുത്തത് വിവരങ്ങൾ അറിയാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. നമ്മൾ എന്താണ് വാങ്ങുന്നതെന്ന് അറിയാനുള്ള അവകാശമാണിത്. പരസ്യങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, വില, അളവ്, കാലാവധി തീരുന്ന തീയതി എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഉപയോഗിച്ച ചേരുവകൾ അല്ലെങ്കിൽ വസ്തുക്കൾ, നിർമ്മാതാവിന്റെ വിവരങ്ങൾ, കസ്റ്റമർ കെയർ കോൺടാക്റ്റുകൾ എന്നിവയും അറിയണം. ഹിഡൻ ചാർജുകൾ, തെറ്റായ അവകാശവാദങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന പാക്കേജ് എന്നിവയിൽ നിന്ന് ഈ അവകാശം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വില കൂടിയ സാധനങ്ങൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ദീർഘകാല സേവനങ്ങൾ എടുക്കുമ്പോൾ പണം നൽകുന്നതിന് മുമ്പ് എപ്പോഴും ലേബലുകളും ബില്ലുകളും നിബന്ധനകളും വായിക്കണം. അടുത്തത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ചൂസ് ആണ്. വിവിധ തരം സാധനങ്ങളും സേവനങ്ങളും ന്യായമായ വിലയിൽ ലഭ്യമാകണം എന്നതാണ് ഈ അവകാശം കൊണ്ടുള്ള ഗുണം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വാങ്ങാൻ നിർബന്ധിക്കപ്പെടാൻ പാടില്ല. ഉദാഹരണത്തിന്, ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങാൻ വേണ്ടി ആവശ്യമില്ലാത്ത കോംബോ പാക്കേജ് വാങ്ങാൻ നിർബന്ധിക്കാൻ പാടില്ല. ഒരു സേവനദാതാവ് വ്യക്തമായ അനുമതിയില്ലാതെ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ പാടില്ല എന്നതൊക്കെ വ്യക്തിയുടെ അവകാശമാണ്. അടുത്തത് നിങ്ങളുടെ പരാതികൾ ഉന്നയിക്കാനും അവ പരിഗണിക്കപ്പെടാനുമുള്ള അവകാശമാണ്. ഇത് കമ്പനികളുടെ കസ്റ്റമർ കെയർ, ഉപഭോക്തൃ ഫോറങ്ങൾ, ഓണേഴ്സ്, ആപ്പുകളിലെയും പ്ലാറ്റ്ഫോമുകളിലെയും ഫീഡ്ബാക്ക് സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം ബാധകമാണ്. ഉപഭോക്താക്കൾ പരാതി പറയുമ്പോൾ കമ്പനികളും റെഗുലേറ്റർമാരും പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ ഡീൽ ചെയ്യേണ്ടതുണ്ട്. പരാതിയിൽ ചെറുതും വലുതുമെന്ന വ്യത്യാസം പാടില്ല. അടുത്തത് പരിഹാരം തേടാനുള്ള അവകാശമാണ്. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ന്യായമായ നഷ്ടപരിഹാരമോ തിരുത്തലോ നേടാനുള്ള അവകാശമാണിത്. കേടായ സാധനങ്ങൾ നന്നാക്കുകയോ മാറ്റി നൽകുകയോ ചെയ്യാം. ശരിയായി നൽകാത്ത സേവനങ്ങൾക്ക് പണം തിരികെ നൽകാം. ഗുരുതരമായ സന്ദർഭങ്ങളിൽ നഷ്ടങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ നഷ്ടപരിഹാരം നൽകാം. ഓരോ രാജ്യത്തും ഇതിനുള്ള നടപടിക്രമങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഒരു ഉൽപ്പന്നം ന്യായമായ സമയത്തിനുള്ളിൽ കേടാവുകയോ ഹിഡൻ തകരാറുകൾ ഉണ്ടാവുകയോ ചെയ്താൽ ബില്ലുമായി വിൽപ്പനക്കാരന്റെ അടുത്തേക്ക് പോവുക, പ്രശ്നം വിശദീകരിക്കുക. വാറന്റി അനുസരിച്ച് നന്നാക്കാനോ മാറ്റി നൽകാനോ പണം തിരികെ നൽകാനോ ആവശ്യപ്പെടുക. കടയുടമ വിസമ്മതിച്ചാൽ കമ്പനിയുടെ കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടുക. എപ്പോഴും ബില്ലുകൾ, വാറന്റി കാർഡുകൾ, ഇമെയിലുകൾ, സ്ക്രീൻഷോട്ടുകൾ എന്നിവയൊക്കെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. കൺസ്യൂമർ കോർട്ടിൽ പോകേണ്ടി വന്നാൽ ഇവ നിങ്ങളുടെ തെളിവുകളാണ്. പാക്കേജ് ചെയ്ത സാധനങ്ങൾക്ക് MRPയേക്കാൾ കൂടുതൽ ഈടാക്കുന്നത്, റെസ്റ്റോറൻറ്റുകളിലോ കടകളിലോ ഓൺലൈൻ കാർട്ടുകളിലോ ബില്ലിൽ അധികമായി സാധനങ്ങൾ ചേർക്കുന്നത് എന്നിവയ്ക്കെതിരെയും പ്രതികരിക്കാവുന്നതാണ്. ചിലപ്പോൾ കമ്പനികൾ പരസ്യങ്ങളിൽ വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നൽകാതെ വന്നേക്കും. ഇത്തരം സാഹചര്യങ്ങളിൽ അമിതമായ അവകാശവാദങ്ങളിൽ സംശയം പ്രകടിപ്പിക്കാവുന്നതാണ്. പ്രൊഡക്റ്റ് വാങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിച്ച പരസ്യം അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് സൂക്ഷിക്കുക. വാഗ്ദാനവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരമുണ്ടെങ്കിൽ ബ്രാൻഡിനെതിരെ ഉപഭോക്തൃ അതോറിറ്റിക്ക് പരാതി നൽകാം. മറ്റുള്ളവർ വഞ്ചിക്കപ്പെടുന്നത് തടയാനും നിങ്ങളുടെ പരാതിക്ക് കഴിയും. കൺസ്യൂമർ കോർട്ടിൽ പരാതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ മുൻപ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർക്കായി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം 24/7 ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം.